ഹലോ നമസ്കാരം. ഇത് നമ്മുടെ രണ്ടാമത്തെ ക്രിസ്മസ് ഡെക്കോറാണ്. ഒരു ക്രിസ്മസ് ട്രീ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ. നമ്മുടെ ഈ എഗ് കാർട്ടൺ വെച്ചിട്ടാണ് നമ്മളിന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. ഈ പേപ്പർ ടൈപ്പ് എഗ് കാർട്ടണിൽ ഒരു 3 പീസ് 3-4 എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ചുള്ള ഒരു 3-4 പീസ് കട്ട് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് മുറിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അത് ഇതിൽ കാണുന്ന പോലെ 4 സൈഡും കോണായിട്ട് വരുന്ന രീതിക്ക് ഒരു ട്രീയുടെ ഷേപ്പ് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ 3 ട്രീയും നമുക്കൊന്ന് പൊങ്ങി നിൽക്കും. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒന്ന് പൊങ്ങി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഷേപ്പ് കട്ട് ചെയ്ത് പോയത് ബാക്കിലേക്ക് ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നുണ്ട് ഒന്നിൻ്റെ. അപ്പോൾ അതിൽ ഒരെണ്ണം എടുക്കുക, ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇതുപോലൊരു പീസ് പൊങ്ങി നിൽക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഫ്ലെക്സ് ക്യൂക്ക് ഒട്ടിച്ച് നോക്കി. പക്ഷേ പേപ്പർ ആയതുകൊണ്ട് തന്നെ പുകയൊക്കെ വന്നപ്പോൾ പിന്നെ അത് നിർത്തിയിട്ട് ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തു. ഞാൻ ഒത്തിരി യൂസ് ചെയ്ത ഫെവി ബോണ്ടാണ്, തീരാറായി, വേറെ ഉണ്ട്. ഇതങ്ങോട്ട് തീർത്തിട്ട് വേറെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ മുകളിൽ ഫെവി ബോണ്ട് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു ചെറിയൊരു പീസ് ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടി ഒരു പീസ് എടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും പശ തേക്കുക. അടുത്ത ട്രീയുടെ ഭാഗം അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒട്ടിച്ച് വയ്ക്കുക. അങ്ങനെ 3 ലെയറും ഒട്ടിച്ച് വയ്ക്കുക. അപ്പോൾ ഒരേ ഷേപ്പിൽ ഉള്ള ഭാഗങ്ങൾ ഒരേ സൈഡിലേക്ക് വരാതെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് എല്ലാ കോർണറും ഒരുപോലെ അല്ലാതെ നമുക്കറിയാമല്ലോ ഒരു ട്രീയുടെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ച് വയ്ക്കുക. ഫെവി ബോണ്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും, എന്നാലും ജസ്റ്റ് ഒന്ന് പതുക്കെ അമർത്തി പിടിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ട്രീയുടെ താഴത്തേക്ക് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ ബ്രൗൺ പേപ്പർ ഇല്ലാതിരുന്നാൽ ഞാൻ A4 ഷീറ്റ് മടക്കി എടുത്തിട്ട് ഒട്ടിക്കുക. അപ്പോൾ എന്തായാലും ഫെവി ബോണ്ട് യൂസ് ചെയ്ത് കേട്ടോ, എല്ലാത്തിനും ഫെവി ബോണ്ടിന് യൂസ് ചെയ്തു. നോർമൽ ഫെവിക്കോളോ നോർമൽ പശയോ യൂസ് ചെയ്താൽ മതി, പേപ്പറാണല്ലോ. അങ്ങനെ റോൾ ഉണ്ടാക്കി എടുത്തിട്ട് അതിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പീസുകളായിട്ട് കട്ട് ചെയ്യുക. ആ കട്ട് ചെയ്ത ഭാഗത്ത് ഗ്ലൂ തേക്കുക. ഗ്ലൂ തേച്ചിട്ട് ഈ ട്രീയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എഗ് കാർട്ടണിലേക്ക് ഒട്ടിക്കേണ്ടതുകൊണ്ട് മാക്സിമം ഫെവി ബോണ്ട് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് എത്ര ലെങ്ത്തിലാണോ നമുക്ക് ട്രീയുടെ താഴത്തേക്കുള്ള ഭാഗം വേണ്ടത് ആ ഭാഗം കട്ട് ചെയ്യുക. എന്നിട്ട് അതുപോലെ ഞാനത് വെച്ച് നോക്കിയപ്പോൾ ചെറിയൊരു വെയിറ്റ് വരുന്നതാണ്, അത് വീണ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആദ്യം ഞാനൊരു ക്രിസ്മസ് ട്രീ മാത്രം ഉദ്ദേശിച്ചു. പിന്നെ ഞാനൊരു ഡെക്കോർ പോലെ അത് ആക്കിയെടുത്തു കേട്ടോ. അത് നമുക്ക് വഴിയെ കാണാം. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ട്രീയുടെ ഭാഗത്ത് നമുക്കറിയാം പച്ചയാണ്, കുറച്ച് ഡാർക്കായ ഗ്രീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഇത് സാപ്പ് ഗ്രീൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല ആ ഗ്രീൻ. അപ്പോൾ ആ സാപ്പ് ഗ്രീനും പിന്നെ ഇത് ബേൺസി തന്നെയാണ്. ഇത് രണ്ടും ഞാൻ ആദ്യം എടുത്തു. എന്നിട്ട് ഞാൻ ആ സാപ്പ് ഗ്രീൻ ഈ ക്രിസ്മസ് ട്രീയുടെ ഈ മോൾ ഭാഗത്ത് മൊത്തം ഫുള്ളായിട്ട്, അതായത് ഉള്ളിലേക്കൊന്നും അടിച്ചില്ല, പുറത്ത് കാണുന്ന ഭാഗങ്ങളിലെല്ലാം നന്നായിട്ട് ഈ സാപ്പ് ഗ്രീൻ അടിച്ചു കൊടുത്തു. അതിനുശേഷം അതിന് താഴത്ത് ഞാൻ ആദ്യം മറ്റേ ബേൺസി തന്നെ എടുത്തെങ്കിലും അതെനിക്ക് ഇഷ്ടപ്പെടാൻ, എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഈ ഒരു ബ്രൗൺ കളർ, കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിരുന്നു, ആ ബ്രൗൺ കളറ് ഞാൻ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഈ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയെന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് ഞാൻ താഴെ കൊടുക്കാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അവിടെ ഞാൻ ആദ്യം ചെയ്ത പോലെ തന്നെ പേപ്പറിൻ്റെ അറ്റമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫെവിക്കോളോ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതിന് സ്റ്റാൻഡ് ആയല്ലോ, പിന്നെ അവിടെ സ്റ്റഡി ആയിട്ട് നിന്നോളും. എന്നിട്ട് അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗത്തും സാപ്പ് ഗ്രീൻ തന്നെ അടിച്ചു കൊടുത്തു. ഒരു പുല്ലിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുത്തു. അത്ര അടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്റ്റാറുകൾ വേണമെങ്കിൽ നമുക്ക് ഒട്ടിക്കാം. സ്റ്റാർ തന്നെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് ഫെവിക്കോൾ തേച്ച് കൊടുത്തിട്ട് കുറച്ച് മുത്തുകൾ ഒട്ടിച്ചു. പക്ഷേ ഇതൊക്കെ ഞാൻ പിന്നെ മാറ്റി കേട്ടോ. പല ഷേപ്പിലുള്ള മുത്തുകളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം എല്ലാ കളറും വെച്ചു. പിന്നെ എനിക്ക് തോന്നി എല്ലാ കളറും വേണ്ടാന്ന് വിചാരിച്ചിട്ട്
ഗോൾഡൻ കളറും ബീഡ്സ് ചുറ്റും ഒട്ടിച്ചിട്ട് മുകളിലൊരു വൈറ്റ് കളറും വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ലൈറ്റൊക്കെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.